ചെയ്യുന്ന മൂവീസിലൊക്കെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് കൊണ്ടുവരുന്ന ഖാലിദ് റഹ്മാന്റെ അടുത്ത ഒരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. ഞാനൊരു തല്ലുമല വൈബൊക്കെ പ്രതീക്ഷയായിരുന്നു, പക്ഷെ സിനിമയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലായി ഓക്കെ ഈ ഒരു മൂവി ആ ഒരു മോഡല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡ്. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി കഥ പറഞ്ഞായിരുന്നു. കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആലപ്പുഴയുള്ള കുറച്ച് ബോയ്സ് +2 പൊട്ടയും അവർ പിന്നീട് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് സ്പോർട്സ് കോട്ടയൊക്കെ വഴി കയറാനായിട്ട് ബോക്സിംഗ് പഠിക്കുകയും പിന്നീട് ബോക്സിംഗിൽ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലൊക്കെ പോകുന്നതും അവിടെ നടക്കുന്ന ഇവന്റ്സും ആ ഒരു ഫൈറ്റ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു മൂവിയാണ്. ഒരിക്കലും തല്ലുമല പ്രതീക്ഷ ഫുൾ ഇടിപ്പടമാണോ അല്ലെങ്കിൽ ഫുൾ ബോക്സിംഗ് പടമാണോ പ്രതീക്ഷ പോയത്, അങ്ങനെയല്ല സിനിമ. ബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി മൂവി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കോമഡി, ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫീൽ ഗുഡ് ഒരു വൈബായിട്ടാണ് പോയിരിക്കുന്നത്. അല്ലാതെ ഫുൾ ആൻഡ് ഫുൾ ആക്ഷനും മറ്റേ ബോക്സിംഗ് പരിപാടിയൊന്നുമില്ല. അവസാനത്തെ ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ ഒരു ഫൈറ്റ് സീക്വൻസ് കുറച്ച് വരുന്നുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അവസാനത്തെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് കാണാനായിട്ട് അതിന്റെ എക്സിക്യൂഷൻ ആയാലും ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ആ ബോക്സിംഗ് പരിപാടിയും എല്ലാം നൈസ് ആയിരുന്നു. പക്ഷെ 100% സിനിമ സാറ്റിസ്ഫൈ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പല ഏരിയാസിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഗ്രിപ്പ് ഇല്ലാത്ത പോലെ പോകുന്നുണ്ട്. പക്ഷെ നൈസാണ് മൂവി. ഓവറോൾ നോക്കുമ്പോൾ നല്ല വൈബും നല്ല പരിപാടിയൊക്കെയാണ്. ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു ഖാലിദ് റഹ്മാൻ പടം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് സിനിമയിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. അല്ലാതെ സിനിമ ബോറെന്നല്ല ഞാൻ പറയുന്നത്. തിയേറ്ററിലൊക്കെ പോയി കാണുവാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. ഞാനൊരു ഹൗസ്ഫുൾ തിയേറ്ററിലായിരുന്നു സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിയേറ്റർ വൈബ് ഭയങ്കര അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു സൂപ്പർ സ്റ്റാറിന്റെ മൂവി എന്നല്ല, കുറച്ച് ചെറുപ്പക്കാർ ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഖാലിദ് റഹ്മാനാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസും ആ ഓഡിയൻസും അവിടുത്തെ വൈബും അതൊക്കെ വെറും പൊളിയായിരുന്നു കേട്ടോ. തല്ലുമാല തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു വൈബിന്റെ അത്ര വന്നില്ലെങ്കിലും നല്ല രസമായിരുന്നു തിയേറ്ററിൽ ആ ഒരു ഫുൾ വൈബ് ഓഡിയൻസിന്റെ ഒക്കെ ഇരുന്ന് കാണാനായിട്ട്. ആൻഡ് ക്യാരക്ടർ പ്രസന്റേഷനിലോട്ട് വരുവാണെങ്കിൽ നസലിനായാലും ബേബി ജീനായാലും ലുക്മാനായാലും എല്ലാവരും നൈസ് ആയിരുന്നു. ആൻഡ് ലുക്മാൻ ഒരു കോച്ചായിട്ടാണ് പറഞ്ഞത്. ലുക്മാന്റെ ക്യാരക്ടറിന്റെ പ്രസന്റേഷൻ ആ ഒരു ആർക്ക് ചില സ്ഥലത്ത് ഡൗൺ ആയതുപോലെ അല്ലെങ്കിൽ അത്ര ഹൈ ലെവലായിട്ട് എനിക്ക് ചില ഏരിയാസ് തോന്നിയില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര വൈബാണ്. ആ ഒരു പ്രസന്റേഷൻ ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുന്നതും കോമഡി അടിക്കുന്നതും അതേ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് ക്യാരക്ടേഴ്സും ഡയലോഗ്സും ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു തിയേറ്ററിൽ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസും ഫൈറ്റും പാട്ടും എല്ലാം ഉണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തലമാല പോലെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെയല്ല ഞാൻ പറയുന്നത്. ബോക്സിംഗ് പടമാണ്. ഇവർ ബോക്സിംഗ് ഒക്കെ പഠിച്ച് ഇപ്പം ഇറങ്ങിലോട്ട് കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന അടി കൂടുതലാണ്, കൊടുക്കുന്ന അടി കുറവാണ്. സോ അങ്ങനത്തെ ഒരു വൈബിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒരു നൈസ് വൈബായിരുന്നു കാണാനായിട്ട്. ഭയങ്കര രസമായിരുന്നു. കുറെ നല്ല ഇടിയും നല്ലൊരു എന്താ പറയുക, നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു മൂവ്മെന്റ് ഇട്ട ടൈം ആയിരുന്നു. സോ എന്തായാലും കണ്ടു നോക്കുക. ഒരിക്കലും ഒരു തല്ലുമാല വൈബ് അല്ലെങ്കിൽ തല്ലുമാല പോലെ എന്നുള്ള മൂവി പ്രതീക്ഷിപ്പോരുത്. ഖാലിദ് റഹ്മാന്റെ പടമാണ്. ഓരോ സിനിമയിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻറ്റ് കാണും. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സിംഗ് പടമായിട്ടാണ് ഈ ഒരു മൂവി എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്നാലും കണ്ടു നോക്കുക. അല്ലാതെ ഒരു വലിയ ബോക്സിംഗ് പടമൊന്നുമല്ല. കുറച്ച് +2 പിള്ളേർ ഫെയിൽ ആവുകയും പിന്നെ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് കോട്ടയിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബോക്സിംഗ് പഠിക്കുകയും ബാക്കി പരിപാടിയൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സോ എന്നാലും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഖാലിദ് റഹ്മാൻ പടമാണ്. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.